നിക്കവിടെ സെതർ നടക്കുമ്പോഴേ സെതറിന്റെ മുന്നിൽ കയറി ട്രാഫിക് ജാം ഉണ്ടാക്കിട്ടാ. പണ്ടേ തിന്നുന്ന കാര്യം കേട്ടാൽ എനിക്ക് സ്പീഡ് കൂടുതലാണ്. മൊയിലേര് തിന്നിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിന്നാലേ മൊയിലേര് കുട്ടികൾക്ക് ബർക്കത്തും റാമത്തും ഒക്കെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഞാൻ തിന്നതിന്റെ ബാക്കി വല്ലതുണ്ടെങ്കിൽ തിന്നാ മതി. ഇന്ന ഓവർടേക്ക് ഇത് പോകരുത്. എന്നാ വണ്ടി പോട്ടെ. എന്റെ കൂടെ തിന്നോരൊക്കെ ഇപ്പം വലിയ വലിയ നിലയിലെത്തിക്കണേ. അപ്പൊ എനിക്കും വലിയ നിലയിലെത്തന്നെ. മിക്കവാറും ഈ പോക്ക് വലിയ മെഡിക്കൽ കോളേജിലാവത്തില്ല. നടക്കണം. അസർപ്പാക്കാ, നമ്മളാ ബണ്ടൽ മൊയിലേരും സിങ്കിടിയും വരണ്ടല്ല. അയാളൊരു മൊയിലിയരല്ലോടോ, എന്തിനാണോ അയാളെ കളിയാക്കുന്നത്? ഇതൊരു മനുഷ്യനും വെറുതെ വേണ്ട. ഇത്ര തേഞ്ഞ ആളാണ് എല്ലാരും ഇങ്ങനെ കളിയാക്കാന്. മൂപ്പര് കൊണ്ട് വന്നോട്ടെ, മെല്ലാണ്ട് കയറ്റി വെച്ചാലേ നല്ലൊരു പിടല് കേക്കാം. അസ്സലാമലൈക്കും. മൊയിലേരെ, നിങ്ങളെ കാണുമ്പോ എനിക്ക് വല്ലാത്തൊരു ആനന്ദാണ്. എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളോട് സംസാരിക്കാണ്ട് അവിടെ നിൽക്കി നമുക്കൊന്നും പറഞ്ഞിരിക്കാം. അതെ, സത്യം പറഞ്ഞ നിങ്ങൾക്ക് മാത്രല്ല, ഇന്നെ അങ്ങോട്ട് കിട്ടിയ ആരും എന്നെ വെറുതെ വിടൂല. ഇജേ, ഈ പാത്രങ്ങൾ നമുക്ക് ചെലവിന്റെ പേരിൽ കൊണ്ടു കൊടുത്തിട്ട് അങ്ങോട്ട് വാങ്ങിക്കൊണ്ട് കൊണ്ടുവരാം. ഞാനേ വീട്ടിൽ സംസാരിച്ചു കണ്ടിരിക്കട്ടെ. എന്നാ പെട്ടെന്ന് പോയി വാ. മൊയിലേരെ, നിങ്ങൾ ആദ്യം നിന്നോടത്തെ നിങ്ങളൊരു ചെങ്ങായി പറ്റിച്ചിട്ടുണ്ടല്ലോ. ആ കഥ അന്ന് നിങ്ങൾ മുഴുവൻ പറഞ്ഞിട്ടില്ല. അതിന്റെ ബാക്കി ഇങ്ങോട്ട് പറഞ്ഞാണ്. എല്ലാം മൂലിയരെ നിങ്ങളെയും പറ്റിച്ച. നിങ്ങളാരെ പറ്റിച്ച്? പറ്റിക്കലെന്ന് വെച്ചാലേ ചെറിയ പറ്റിക്കലൊന്നല്ല അവൻ പറ്റിച്ചത്. ഞാനേ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എന്നും പള്ളിക്കൊക്കെ നിസ്കരിക്കാൻ വരും ഒരാൾ. ബാങ്ക് കൊടുത്തെന്ന് കേട്ടാൽ പിന്നെ അവനക്ക് വേറെ ചിന്ത ഒന്നുമില്ല. നേരെ പള്ളിക്കലുണ്ടാവും. നിസ്കാരം കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് ഇന്നിട്ട് സംസാരിച്ചിട്ട് അവനാണ് പള്ളിക്കൊന്ന് പോക്കുള്ളൂ. ഒരു ദിവസം അവനെ അവിടെ ഇരുന്നുകൊണ്ട് അവൻ്റെ വീട്ടിലത്തെ കഷ്ടപ്പാടൊക്കെ ഇങ്ങനെ പറഞ്ഞു. അത് കേട്ടപ്പോളേ ഞാനൊരു മൊയിലേരല്ലേ, എൻ്റെ മനസ്സങ്ങോട്ടലിഞ്ഞു. ഞാൻ അവനോട് പറഞ്ഞേ അടുത്ത മാസത്തെ ശമ്പളം അങ്ങോട്ട് കിട്ടിയാൽ അതിന് കുറച്ച് പൈസ എനിക്ക് ഞാൻ തരാമെന്ന്. അതുണ്ട് കേട്ടപ്പോൾ അവൻ്റെ 2 കണ്ണും അങ്ങോട്ട് നിറഞ്ഞു നോക്കി. അന്ന് അവനെ ആ പൈസ മേങ്ങാണ്ട് പോയതാണ്. പിന്നെ അവനെ ആ പള്ളിന്റെ പരിസരത്ത് ഞാൻ കണ്ടിട്ടില്ല. അല്ലെങ്കിലാ മൂല്യന്മാർക്ക് എണ്ണിച്ചുട്ട അപ്പം പോലത്തെ ശമ്പളം കിട്ടല്. അതുപോലെ ആൾക്കാർ പറ്റിച്ചു കൊണ്ടുവരും. ഇന്നെ പറ്റിക്കപ്പെട്ടതിന് ശേഷം ഞാൻ പിന്നെ ഈ മാലിൽ നിന്നില്ല. വേറെ മാലിൽ പോയിട്ട് അവിടെ ജോലിക്ക് നിന്നു. അങ്ങനെ ഒരു വെള്ളിയാഴ്ച ഞാൻ കുത്തുബ് ഓതാൻ വേണ്ടി മെമ്പർമ്മ അങ്ങോട്ട് കയറി ഇങ്ങനെ നിന്ന്. അപ്പണ്ട് നമ്മളാ പറ്റിച്ചു പോയ ചങ്ങായി മുന്നത്തെ സെഫ് തന്നെ നല്ല തൊപ്പിയൊക്കെ ഇൻസൈഡൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കണ്. എനിക്ക് കണ്ട പാട്. അപ്പൊ അവനോട് എന്തെങ്കിലും പറയാൻ പറ്റപ്പോ അവിടുന്ന് ഞാനൊന്നും മുണ്ടിയില്ല. അവനക്ക് മനസ്സിലായി എനിക്ക് ആളെ മനസ്സിലായിക്കുന്നുള്ളത്. അപ്പൊ ഇന്നെ കണ്ടപ്പോ തുടങ്ങിയ പരുങ്ങലാണ് അവന്. ആ പരുങ്ങൽ കണ്ടപ്പോ എനിക്ക് തോന്നിയേ ഇതിപ്പോ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയപാട് ആള് പോകുന്നുള്ളത്. നമുക്ക് അവൻ അങ്ങനെ വിടാൻ പറ്റുമോ? നമ്മളെ പറ്റിച്ചോ നമ്മൾ വിടുവോ? എന്നിട്ട് കുത്തുബ് അങ്ങോട്ട് ഓതി കഴിഞ്ഞാൽ മെമ്പർമെന്ന് ഇറങ്ങിയതിന്റെ ശേഷം ആ മൈക്കിലിന്റെ കമ്മിറ്റിക്കാരോട് ഞാൻ പറഞ്ഞു, പൊന്നാര കമ്മിറ്റിക്കാരെ, ഞാനൊരു കാര്യങ്ങളോട് പറയാൻ പറ്റ വിട്ടുപോയിക്കുന്നു. എന്റെ നാട്ടിൽ നിന്ന് നമ്മളെ പള്ളിനെ സഹായിക്കാൻ വേണ്ടി ഒരു വ്യക്തി വന്നിട്ടുണ്ട്. ആ നീല ഷർട്ടിട്ട് മുന്നത്തെ സെഫിൽ ഇൻഷേർഡ് ഇട്ടിരുന്ന ആളാണ്. അയാൾ ഒരിക്കലും നിങ്ങൾ നിസ്കാരം കഴിഞ്ഞ പാട് പറഞ്ഞാക്കേണ്ടി. അയാൾക്ക് നമ്മളെ കമ്മിറ്റി ഭാരവാഹികൾ ആരെങ്കിലും വീട്ടിൽ നിന്ന് ഇന്നത്തെ ഉച്ചക്കത്തെ ചെലവ് നമ്മൾ കൊടുക്കണം. അയാളെ സംഭാവന നമുക്ക് നല്ലൊരു സംഭാവനയാണ് നമ്മളെ പള്ളിക്ക്. അങ്ങനെയൊരു സംഭവം ഉണ്ടായ? എന്നാലും നമ്മളാ മോലേരെ പറ്റിച്ചല്ലേ, പാവാണല്ലേ. എന്നിട്ട് അവസാനം എന്തുണ്ടായി മൂലിയരെ? അവസാനം എന്തുണ്ടാവാനാണ്? എനിക്ക് തരാനുള്ള പൈസ കമ്മിറ്റിക്കാർക്ക് കൊടുത്തു. അതിന്റെ റെസീറ്റും വാങ്ങിയാണ്ട് പോയി. എന്റെ ഭക്ഷണേ ചെക്കൻ അവിടെ കൊണ്ടിട്ടുണ്ടാവും. ഞാൻ നേരം വൈകി പോയാലേ അതിൽ നല്ല തക്കാവുന്ന ഉള്ളി പെറുക്കി തിന്നു. അപ്പൊ ഞാൻ അങ്ങോട്ട് പോയി. അല്ല നാസറാക്ക, അസ്രപ്പാക്ക, മോലേരെ ബിടലിന് ഇപ്പോഴും ഒരു കുറവില്ലല്ലേ?